നമസ്കാരം. മാറുന്ന ലോകത്തിനോടൊപ്പം മാറാൻ മറന്നുപോയ ഒരു മഹാസാമ്രാജ്യത്തിന്റെ കഥയാണ് നോക്കിയയ്ക്ക് പറയാനുള്ളത്. ഒരിക്കൽ മൊബൈൽ ഫോൺ എന്ന വാക്കിന് പകരമായി ലോകം ഉപയോഗിച്ചിരുന്ന ഈ പേര് കേവലം ഒരു ബ്രാൻഡിനും അപ്പുറം ഒരു തലമുറയുടെ വികാരമായിരുന്നു. വിരൽ തുമ്പിൽ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ച ലളിതമായ ഫോണുകളിലൂടെ കണക്ടിംഗ് പീപ്പിൾ എന്ന മന്ത്രം ലോകത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കാൻ നോക്കിയയ്ക്ക് ആ കാലഘട്ടത്തിൽ സാധിച്ചു. വിജയത്തിന്റെ കൊടുമുടിയിൽ വിപണിയുടെ 40% കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു കരുത്തൻ എങ്ങനെയാണ് സ്മാർട്ട് ഫോൺ വിപ്ലവത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നു പോയത് എന്നത് ഇന്നും ബിസിനസ് ലോകത്തെ ഏറ്റവും വലിയ പാഠപുസ്തകമാണ്. സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു ഉദയത്തിന്റെയും അതിനേക്കാൾ വേഗത്തിൽ സംഭവിച്ച ഒരു പതനത്തിന്റെയും ഇപ്പോൾ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഒരു പോരാളിയുടെയും ആവേശകരമായ യാത്രയാണ് നോക്കിയയ്ക്ക് പറയാനുള്ളത്. ആ കഥയിലേക്ക് വരാം. ഫിൻലൻഡിലെ മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിൽ ഒരു ചെറിയ പേപ്പർ മില്ലായി തുടങ്ങിയ ഈ പ്രസ്ഥാനം പിൽക്കാലത്ത് ലോകം മുഴുവൻ പരസ്പരം സംസാരിക്കാൻ ഉപയോഗിച്ച കണക്ടിംഗ് പീപ്പിൾ എന്ന മന്ത്രവുമായി മാറുകയാണ്. കരിങ്കല്ല് പോലെ ഉറപ്പുള്ള ഫോണുകളും മാസങ്ങളോളം ചാർജ് നിൽക്കുന്ന ബാറ്ററികളും നോക്കിയയെ ഒരു വീടിന്റെ ഭാഗമാക്കി മാറ്റി. ടെക്നോളജി എന്നത് പഠിച്ചവർക്ക് മാത്രം കൈകാര്യം ചെയ്യാനുള്ള ഒന്നല്ല എന്നും അത് സാധാരണക്കാരന്റെ പോക്കറ്റിൽ ഇരിക്കേണ്ട ഒന്നാണെന്നും നോക്കിയ തെളിയിച്ചു. 1100 മോഡലിലെ ടോർച്ചും 3310 ആ പഴയ സ്നേക് ഗെയിമും ഇന്നും ഒരു തലമുറയുടെ നൊസ്റ്റാൾജിയാണ്. ലോകത്തെ മൊബൈൽ വിപണിയുടെ 40% നോക്കിയയുടെ കീഴിലായിരുന്നു ആ സുവർണ കാലത്ത്. മറ്റൊരു ബ്രാൻഡിന് അവരെ മറികടക്കുക എന്നത് ചിന്തിക്കാൻ പോലും ആവാത്ത കാര്യവും. എന്നാൽ ആ വിജയത്തിന്റെ കൊടുമുടിയിൽ വെച്ചാണ് നോക്കിയയ്ക്ക് കാലിടറി തുടങ്ങുന്നത്. മാറ്റങ്ങളെ ഭയപ്പെട്ടതാണ് ആ മഹാസാമ്രാജ്യത്തിന് സംഭവിച്ച ആദ്യത്തെ വിള്ളൽ. 2007 സ്റ്റീവ് ജോബ്സ് ആപ്പിളിന്റെ ഐഫോണുമായി വന്നപ്പോൾ ലോകം വിരൽ തുമ്പിലെ ടച്ച് സ്ക്രീനുകളിലേക്ക് മാറാൻ കൊതിച്ചു. എന്നാൽ നോക്കിയ അപ്പോഴും തങ്ങളുടെ പഴയ കീപാഡ് ഫോണുകളിലും സിംബിയൻ എന്ന കാലഹരണപ്പെട്ട സോഫ്റ്റ്വെയറിലും മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് എന്ന വിപ്ലവം വാതിൽക്കൽ വന്ന് മുട്ടിയിട്ടും അമിത ആത്മവിശ്വാസം കാരണം നോക്കിയ ആ വാതിൽ തുറന്നില്ല. ലോകം സ്മാർട്ട് ഫോൺ ആപ്പുകളിലേക്കും ഇന്റർനെറ്റിലേക്കും കുതിച്ചപ്പോൾ നോക്കിയയ്ക്ക് ആ വേഗതയ്ക്കൊപ്പം ഓടാനും സാധിച്ചില്ല. മൈക്രോസോഫ്റ്റുമായി ചേർന്ന് നടത്തിയ അവസാനവട്ട പരീക്ഷണങ്ങളും പാളിയതോടെ ആ രാജാക്കന്മാർക്ക് തങ്ങളുടെ കിരീടം എന്നേക്കുമായി അഴിച്ചു വെക്കേണ്ടതായി വന്നു. നോക്കിയയുടെ പതനം വെറുമൊരു ബിസിനസ് പരാജയമല്ല, മറിച്ച് മാറുന്ന ലോകത്തിനൊപ്പം മാറാൻ തയ്യാറാവാത്ത ഏതൊരു പ്രസ്ഥാനത്തിനും സംഭവിക്കാവുന്ന വലിയൊരു പാഠമാണ്. ഇന്ന് നോക്കിയ പുതിയ സ്മാർട്ട് ഫോണുകളുമായി വിപണിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എങ്കിലും പഴയ ആ സിംഹാസനം ഇപ്പോഴും അവർക്ക് അന്യമായി തുടരുകയാണ്. എങ്കിലും മൊബൈൽ ഫോൺ എന്ന വിസ്മയം ലോകത്തിന് പരിചയപ്പെടുത്തിയ ആ ഫിന്നിഷ് കമ്പനിയെ കായിക ലോകത്തെയും അതുപോലെ തന്നെ സാങ്കേതിക ലോകത്തെയും ഇതിഹാസങ്ങൾക്കൊപ്പം ചരിത്രം എന്നും അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. നോക്കിയയുടെ പതനം ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ കഥ പോലെ അവിശ്വസനീയമാണ്. ആ കഥ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കണം. വിപണിയിൽ ഒന്നാമനായി വാഴുന്നവർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് അടി പതറുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഫിന്നിഷ് കമ്പനിക്ക് പറയാനുള്ളത്. നോക്കിയയ്ക്ക് എന്താണ് വിപണിയിൽ സംഭവിച്ചത് എന്ന് നോക്കാം. വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ നോക്കിയയെ ബാധിച്ച ഏറ്റവും വലിയ വില്ലൻ അമിത ആത്മവിശ്വാസം തന്നെയാണ്. ലോകം മുഴുവൻ തങ്ങളുടെ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന തോന്നൽ അവരെ പുതിയ മാറ്റങ്ങളെ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് കാര്യമായി തടഞ്ഞു. 2007 ആപ്പിൾ ഐഫോൺ പുറത്തിറക്കിയപ്പോൾ ഫോൺ എന്നത് വെറും സംസാരിക്കാനുള്ള ഉപകരണം മാത്രമല്ല എന്നും അതൊരു കമ്പ്യൂട്ടറായി മാറാൻ പോകുകയാണെന്നും ലോകം തിരിച്ചറിഞ്ഞു. എന്നാൽ നോക്കിയ ആ മാറ്റത്തെ ഗൗരവകരമായി കണ്ടില്ല. ആളുകൾക്ക് കീപാഡ് ഉള്ള ഫോണുകൾ മതി, ടച്ച് സ്ക്രീൻ ഒന്നും അധികകാലം നിൽക്കില്ല എന്ന തെറ്റായ ചിന്താഗതിയിലായിരുന്നു നോക്കിയയുടെ നേതൃത്വം അന്ന് നിലയുറപ്പിച്ചത്. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാളിച്ച അവരുടെ സോഫ്റ്റ്വെയർ തന്നെയാണ്. നോക്കിയയുടെ സിംബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഴയ കീപാഡ് ഫോണുകൾക്ക് അനുയോജ്യമായിരുന്നു എങ്കിലും പുതിയ കാലത്തെ സ്മാർട്ട് ഫോൺ ആപ്പുകളെ ഉൾക്കൊള്ളാൻ അതിന് കരുത്തില്ലായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഗൂഗിൾ ആൻഡ്രോയിഡ് എന്ന വിപ്ലവകരമായ സോഫ്റ്റ്വെയർ അവതരിപ്പിച്ചപ്പോൾ സാംസങ്ങും LGയും അടക്കമുള്ള കമ്പനികൾ അത് സ്വീകരിച്ചു. എന്നാൽ നോക്കിയ തങ്ങളുടെ സിംബിയനിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വൈകി വന്ന തിരിച്ചറിവിൽ അവർ പിന്നീട് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ഫോണുമായിട്ട് ചേർന്നുവെങ്കിലും
ആൻഡ്രോയിഡിന്റെ ലാളിത്യത്തിന് മുന്നിൽ വിൻഡോസ് പരാജയപ്പെട്ടു പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആൻഡ്രോയിഡ് എന്ന ട്രെയിൻ വന്നപ്പോൾ നോക്കിയ അതിൽ കയറാൻ വിസമ്മതിച്ചു. പ്ലാറ്റ്ഫോമിൽ തന്നെ അവരങ്ങനെ നിന്നുപോയി എന്ന് വേണം പറയാൻ. മറ്റൊരു പ്രധാന പാളിച്ച നോക്കിയയുടെ ആന്തരികമായ ചുവപ്പ് നാടകങ്ങളും, അതായത് ഇന്റേണൽ ബ്യൂറോക്രസി തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസവും തന്നെയാണ്. അതായത് പുതിയൊരു മോഡൽ പുറത്തിറക്കാൻ മാസങ്ങളും വർഷങ്ങളും നോക്കിയയുടെ രീതിക്ക് മുന്നിൽ സാംസങ്ങും ചൈനീസ് കമ്പനികളും ആഴ്ചയ്ക്കുള്ളിൽ പുതിയ സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ എത്തിച്ചുകൊണ്ടേയിരുന്നു. ഉപഭോക്താക്കളുടെ മാറുന്ന താല്പര്യങ്ങൾക്കൊപ്പം ഓടാൻ നോക്കിയയ്ക്ക് കഴിഞ്ഞില്ല. പരാജയപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വിപണിയിലെ അവരുടെ പങ്ക് മറ്റു കമ്പനികളിൽ അതോടൊപ്പം കൈക്കലാക്കിയിരുന്നു. ഒരു കാലത്ത് മൊബൈൽ ഫോൺ എന്ന വാക്കിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്ന നോക്കിയ സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയാത്തത് കൊണ്ട് മാത്രം വിസ്മൃതിയിലേക്ക് ആണ്ടുപോയിട്ടുണ്ട്. നോക്കിയയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. വീണുപോയ ഇടത്തുനിന്ന് പൊടി തട്ടിയൊന്ന് എഴുന്നേൽക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ആ പഴയ പടക്കുതിര ഇപ്പോൾ എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. പക്ഷേ പഴയതുപോലെ മൊബൈൽ ഫോൺ വിപണിയിലെ കിരീടം വെച്ച രാജാവാകാനല്ല, മറിച്ച് പുതിയൊരു വേഷപ്പകർച്ചയിലാണ് നോക്കിയയുടെ ഇന്നത്തെ പോരാട്ടം. നോക്കിയയുടെ ഇപ്പോഴത്തെ ഈ രണ്ടാം വരവിനെ നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താവുന്നതാണ്. മൊബൈൽ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയ നോക്കിയ ഇന്ന് ലോകത്തെ 5G വിപ്ലവത്തിന്റെ ചാലക ശക്തിയായി മാറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് സംവിധാനങ്ങളുടെ പിന്നിലെ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ടവറുകളും അതിന്റെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നതിൽ നോക്കിയ ലോകത്തിലെ തന്നെ മുൻനിരക്കാരനായിട്ട് ഇപ്പോൾ നിലയുറപ്പിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ നോക്കിയ ഫോണുകൾ കയ്യിൽ പിടിക്കുന്നില്ല എങ്കിലും നമ്മുടെ ഫോണുകളിലേക്ക് എത്തുന്ന ഇന്റർനെറ്റ് സിഗ്നലുകൾ പലപ്പോഴും നോക്കിയയുടെ ഉപകരണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിസിനസ് ലോകത്ത് തങ്ങളുടെ തട്ടകം മാറ്റിക്കൊണ്ട് ലാഭകരമായ ഒരു തിരിച്ചുവരവ് അവർ ഇതിനോടകം നടത്തിയിട്ടുമുണ്ട്. ഇനി ഫോണുകളുടെ കാര്യമെടുത്താൽ HMD ഗ്ലോബൽ എന്ന കമ്പനിയുമായി ചേർന്ന് നോക്കിയ എന്ന ബ്രാൻഡിൽ ഇന്നും ഫോണുകൾ പുറത്തിറക്കുന്നുണ്ട്. അത് എത്ര പേർക്കറിയാം? ഇവിടെ അവർ പയറ്റുന്ന തന്ത്രം വളരെ രസകരമാണ് കേട്ടോ. സ്മാർട്ട് ഫോൺ വിപണിയിലെ കടുത്ത മത്സരത്തിൽ നിൽക്കുമ്പോഴും തങ്ങളുടെ പഴയ ഫീച്ചർ ഫോണുകളെ അവർ പുതിയ രൂപത്തിൽ വിപണിയിൽ എത്തിക്കുകയാണ്. 3310ന്റെയും 8110ന്റെയും പുതിയ പതിപ്പുകൾ ഇറക്കി പഴയ ആരാധകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ആൻഡ്രോയിഡിന്റെ ഏറ്റവും ലളിതമായ രൂപം ഉപയോഗിച്ച് സുരക്ഷിതവും അതുപോലെ ലളിതവുമായ സ്മാർട്ട് ഫോണുകൾ അവർ വിപണിയിൽ എത്തിക്കുന്നുണ്ട് എങ്കിലും ആപ്പിളിനോടും സാംസങ്ങിനോടും നേരിട്ട് ഏറ്റുമുട്ടാൻ അവർക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നതും ഇവിടെ നമ്മൾ പറയണം. ഏറ്റവും ഒടുവിലായി നോക്കിയ തങ്ങളുടെ ഐക്കോണിക് ആയിട്ടുള്ള ലോഗോ പോലും ഈ അടുത്ത് മാറ്റിയിട്ടുണ്ട്. തങ്ങൾ വെറും ഒരു മൊബൈൽ ഫോൺ കമ്പനിയല്ല, മറിച്ചൊരു ബിസിനസ് ടെക്നോളജി കമ്പനിയാണെന്ന് ലോകത്തെ അറിയിക്കാനായിരുന്നു ആ ശ്രമം. തോറ്റുപോകുമെന്ന് കരുതിയെടുത്തു നിന്ന് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ലാഭമുണ്ടാക്കുന്ന ഒരു കമ്പനിയായി നോക്കിയ ഇന്ന് മാറിയിട്ടുണ്ട്. സിംഹാസനം നഷ്ടപ്പെട്ടു എങ്കിലും കളിഭൂമിയിൽ ഇന്നും തങ്ങളുടേതായ സ്വാധീനം ഉറപ്പാക്കാൻ നോക്കി അവർ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നോക്കിയയ്ക്ക് കഴിയുമോ എന്ന് ലോകം ഇപ്പോഴും കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. ഗൃഹാതുരതയോടെ പലരും അതിനെ നോക്കിക്കാണുന്നു. നോക്കിയെ പോലെ തന്നെ ഒരു കാലത്ത് വിപണി അടക്കി വാഴുകയും എന്നാൽ സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ വൈകിയതുകൊണ്ട് പരാജയപ്പെടുകയും ചെയ്ത നിരവധി ബ്രാൻഡുകൾ ഇന്ന് പുതിയ രൂപത്തിൽ തിരിച്ചുവരവിന് ശ്രമിക്കുന്നുണ്ട്. അതായത് നോക്കിയ ഈ കൂട്ടത്തിൽ ഒറ്റയ്ക്കല്ല എന്ന് സാരം. ആവേശകരമായ ആ പോരാട്ടത്തിന്റെ കഥകൾ കൂടി നമുക്കൊന്ന് നോക്കിയാലോ. നോക്കിയയുടെ അത്ര തന്നെ പ്രശസ്തമായിരുന്നു മോട്ടറോള. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അല്ലേ? അത് ആദ്യത്തെ മൊബൈൽ ഫോൺ ലോകത്തിന് പരിചയപ്പെടുത്തിയ മോട്ടറോള പിന്നീട് സ്മാർട്ട് ഫോൺ യുഗത്തിൽ ഏറെ പിന്നിലായിപ്പോയി. എന്നാൽ ഇന്ന് അവർ വലിയൊരു തിരിച്ചുവരവിന്റെ പാതയിൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് മടക്കാവുന്ന ഫോണുകളുടെ അല്ലെങ്കിൽ ഫോൾഡബിൾ ഫോൺസിന്റെ വിപണിയിൽ തങ്ങളുടെ പഴയ റേസർ ബ്രാൻഡിനെ പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അവർ സാംസങ്ങിന് പോലും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ചൈനീസ് കമ്പനിയായ ലെനോവോ ഏറ്റെടുത്തതോടെ മോട്ടറോള ഇന്ന് ബജറ്റ് ഫോണുകളിലും മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകളിലും തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കഥ ബ്ലാക്ക്ബെറിയുടേതാണ്. അതും നമുക്ക് കേട്ട് പരിചയം ഉണ്ടാകും അല്ലെ? ബിസിനസ് പ്രമുഖരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പ്രിയപ്പെട്ട ഫോണായിരുന്നു അന്ന് ബ്ലാക്ക്ബെറി. തങ്ങളുടെ ക്യൂബെറ്റി കീപാഡിൽ ഉറച്ചു നിന്നാണ് അവർക്ക് പരാജയം നേരിടേണ്ടി വന്നത്. ടച്ച് സ്ക്രീൻ വിപ്ലവത്തിൽ അവർ ആകെ തകർന്നു പോവുകയാണ്. ഇന്ന് ഫോണുകൾ നിർമ്മിക്കുന്നില്ല എങ്കിലും വാഹനങ്ങൾക്കും ഇൻഡസ്ട്രികൾക്കും ആവശ്യമായ സൈബർ സുരക്ഷാ സോഫ്റ്റ്വെയറുകൾ, അതായത് സൈബർ സെക്യൂരിറ്റി നിർമ്മിക്കുന്ന മുൻനിര കമ്പനിയായിട്ട് അവർ സ്വയം പരിവർത്തിച്ചിട്ടുണ്ട്.
ഫോൺ വിപണി വിട്ടുവെങ്കിലും സാങ്കേതിക ലോകത്ത് മറ്റൊരു രൂപത്തിൽ അവരിന്ന് കരുത്തരാണ് എന്നാണ് നമ്മൾ ഇവിടെ പറയേണ്ടിയിരിക്കുന്നത്. ഫോട്ടോഗ്രഫി ലോകത്തെ രാജാക്കന്മാരായിരുന്ന കൊഡാക്കാണ് മറ്റൊരു ഉദാഹരണം. ഡിജിറ്റൽ ക്യാമറകൾ വന്നപ്പോൾ ഫിലിം റോൾ വിപണിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് കൊഡാക്കിനെ തകർത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്നവർ ഫാർമസ്യൂട്ടിക്കൽസ്, പ്രിന്റിംഗ് ടെക്നോളജി, ഡിജിറ്റൽ ഇമേജിംഗ് എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ ബ്രാൻഡ് മൂല്യം സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഗീത ലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച സോണിയുടെ വാക്മാൻ ഇന്ന് അത്യാധുനിക ഡിജിറ്റൽ ഓഡിയോ പ്ലെയറുകളായി ഹൈറസ് മ്യൂസിക് പ്രേമികൾക്കായി വിപണിയിലുണ്ട്. ഈ ബ്രാൻഡുകളെല്ലാം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് കേട്ടോ. വിപണിയിൽ നിന്ന് ഒരു തവണ പുറത്തായാലും തങ്ങളുടെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് പുതിയ കാലത്തിനനുസരിച്ച് സ്വയം മാറ്റിപ്പണിയാൻ തയ്യാറായാൽ ഏത് വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കാൻ സാധിക്കുമെന്നതാണത്. പരാജയപ്പെട്ട ഇടത്തുനിന്ന് ലാഭകരമായ പുതിയ വഴികൾ കണ്ടെത്തി ഈ ബ്രാൻഡുകൾ ഇന്നും ബിസിനസ് ലോകത്ത് തങ്ങളുടെ പേര് നിലനിർത്തുന്നു എന്നത് സന്തോഷകരം തന്നെ. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. ഇത് തന്നെയായാലും കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.